നീ എന്തിനാടി ഇതൊക്കെ ചെയ്യുന്നേ? ഞാൻ ചെയ്തോളാലോ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. എനിക്ക് എന്താ ചെയ്താല്? നിനക്കിതൊന്നും അറിയില്ല. ഇതാ നിന്റെ കെട്ടിയോന്റെ കയ്യിൽ പൂത്ത കാശുണ്ടല്ലോ, ഒരു വേലക്കാരിയെ കൂടി വെച്ചാലെന്താ? കമോൺ വർഷി, കമോൺ. ഇത്തവണ ഫോൺ. എന്താ ഇത്? പ്രഭ, ഇവിടെ വന്ന് നിന്റെ വേലത്തരം കാണിക്കല്ലേ, വെളിപ്പിക്കേ. ഞാൻ പിന്നെ ആരാ? എന്ത്? ഇനിയൊരു വേലക്കാരിന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഞാൻ ആരാ? നിന്റെ കെട്ടിയോ നിന്നെ നല്ലോണം നോക്കണില്ലേ? ചേർത്തല കാര്യ. നിന്റെ കെട്ടിയോ നിന്നെ നല്ലോണം നോക്കണില്ലേ? എങ്ങനെ? തുണി വാങ്ങി തന്നിട്ടോ, ചോറ് തന്നിട്ടോ, അതോ നാലെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് എന്റെ ഭാര്യ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടോ? സത്യം പറയടി, അയാള് നിന്നെ തല്ലാറുണ്ടോ? എന്താ ഇങ്ങോട്ട് നോക്ക്. സത്യം പറഞ്ഞോ? നീ പറഞ്ഞു കേട്ടിട്ട് അയാള് ഭയങ്കര വില്ലനാന്നാ തോന്നണേ. ആദ്യമേളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് അത്. ഇങ്ങോട്ട് നോക്ക്. പിള്ളേരെ അപ്പിട്ട പോലെ ഉമ്മെന്നൊരു മുഖം, അങ്ങനൊരു മൂക്ക്. ഒറ്റയ്ക്ക് വന്നെ കണ്ടാലും 10 ആളെ കൂട്ടിട്ട് ആടി ആടി പറഞ്ഞ മാതിരി ഈ ഡബിംഗ് പടത്തിലൊക്കെ വില്ലന്മാരെ. സോറി, നീ ദേഷ്യപ്പെടല്ലേ. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പ്രശ്നം എന്നുള്ളത് പറ. പ്രശ്നമായിട്ടൊന്നും പറയാനില്ല ഗോമു. നമ്മളെ ജീവിതത്തിലെ ഹീറോയിൻ ആവാൻ ആഗ്രഹിക്കും. അതെ, ഇതൊരു സൈഡ് ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ വേറെ ആരോ ചെയ്തോണ്ടിരിക്കുക. നോക്ക് പ്രഭ, ഞാൻ അങ്ങോട്ട് വന്നാ നീ എന്റെ ഇത് നല്ലത് വാങ്ങിക്കുവേ. ഞാൻ പറഞ്ഞു പുറത്തുപോയി കളിക്കാൻ. നമുക്ക് വെറും പന്തെടുത്ത് കൊടുക്കുന്നതാ ജോലി. എന്താടി ആലോചിക്കുന്നേ? ചുമ്മാ തമാശയൊക്കെ പറഞ്ഞു. ठीक है, कल सुबह 6 बजे आ जाओ. ഇനി അർച്ചനയുടെ കൂടെ കളിച്ചോളൂ ട്ടോ. ഗോമു, ഞാനാണ് ഇവിടുത്തെ മൂത്ത വേലക്കാരി. കിടക്കാനൊരിടം, ഭക്ഷണം, കുറച്ച് സ്നേഹം, ഇതല്ല എന്റെ ശമ്പളം. ഗേൾസ്, ഞാൻ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയോ? നല്ലോണം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഗോംസ്, ഓൾഡ് ഫ്രണ്ടിനെ കിട്ടിയപ്പോ ഞാൻ ഡിസ്റ്റർബൻസ് ആയോ? ശരി 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 ശരി, വരൂ 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 വരൂ. കുറേ സംസാരിക്കാനുണ്ട്. വേഗം നടക്ക്. PDC കുട്ടികളെ ആരൊക്കെ നീ കണ്ടു? എന്താന്നറിയില്ല, എനിക്ക് സുബുനെ കാണാൻ വലിയ ആഗ്രഹം. എവിടെയെങ്കിലും ഒന്ന് മോങ്ങണ്ടാവും. ശരിയടി, ഒരു മോങ്ങി സുന്ദരി. ഒരു ചെറിയ കാര്യത്തിന് പോലെ അവള് കരഞ്ഞോണ്ടിരിക്കും. നിനക്കറിയില്ലേ, അന്നേ അവളെ വീട്ടുകാരെ കല്യാണത്തിന് നിർബന്ധിക്കുമായിരുന്നു. മറന്നുപോയോ നീ? നമ്മളല്ലേ അന്ന് കല്യാണം മുടക്കിയത്? മറക്കാനോ? ഞാൻ ആ കഥയൊക്കെ പ്രഭയോടിരുന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. അവളിപ്പോ എവിടെയായിരിക്കും? അവൾ അപ്പോഴേ കെട്ടിച്ചു വിട്ടിട്ടുണ്ടാവും. അവളിപ്പോ 10 പിള്ളേരുടെ മുത്തശ്ശി ആയിട്ടുണ്ടാവും. വെയിലിനു വേണ്ടി കാത്തിരിക്കുന്ന കുയിലിനെ പോലെ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന തവളയെ പോലെ, ഞങ്ങളുടെ സൗന്ദര്യത്തിൻ സൗന്ദര്യം എന്ന പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പ്രിയ പ്രേക്ഷകരെ, ഇതാ നിങ്ങളുടെ സുബു വന്നിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അത്ഭുതകരമായ ജീവിതത്തിന് നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കണം. സന്തോഷമാണ് സൗന്ദര്യം, സൗന്ദര്യമാണ് സന്തോഷം. എന്നാ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. സൗന്ദര്യത്തിനും സൗന്ദര്യം. சூப்பர் மேடம், சூப்பர் சூப்பர் சூப்பர். நீங்க தமிழோட மலையாளம் நல்லா பேசுறீங்க மேடம். நீ கிளம்பு.